ഇന്നത്തെ വീഡിയോ ഞാൻ വർക്ക് ചെയ്യുന്ന ഗ്യാരേജിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ ഇത് ഓടി നമ്മുടെ എൻജിൻ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. ഇനിയിപ്പോൾ എ സിയുടെ പൈപ്പോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അത് കംപ്ലീറ്റ് ആക്കണം. ഒരു നിസാൻ പെട്രോൾ എ സി ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇലക്ട്രിക്കൽ റൂമാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിലുള്ള നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. വയറിങ്ങൊക്കെ ഞാൻ എക്സ്ട്രാ ജസ്റ്റ് ഒന്ന് കൊടുത്താണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എ സി മീറ്റർ, ബാറ്ററി ജമ്പർ, ഫ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇലക്ട്രിക് റൂം എ സി ഗ്യാസാണ് ഇരിക്കുന്നത്. ബാറ്ററി ചാർജർ ഉണ്ട്, കംപ്രസർ, പ്രഷർ മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുപാട് സ്പെയർ ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കംപ്രസർ, ആൾട്ടർനേറ്റർ, സൂപ്പർ ചാർജർ, അതുപോലെ തന്നെ ഗിയറിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ കുറച്ച് അസംബ്ലീസ് ഉണ്ട്. ഇതാ ഇവിടെ ഗിയർ ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓടി കാറിൻ്റെ നമ്മൾ ദുബായിൽ നിന്ന് എൻജിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 എൻജിനായല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല സ്പെയർ പാർട്സ് എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ബാലൻസ് വരുന്നതാണ് ഈ പാർട്സുകൾ. ഇത് ECU, എൻജിൻ കെയർ യൂണിറ്റ്. ഇത് നമ്മൾ എൻജിൻ വർക്ക് ചെയ്യുന്ന റൂമാണ്. അപ്പോൾ നമുക്ക് എൻജിൻ പണി ഇപ്പോൾ നിലവിൽ പെൻഡിങ് ഇല്ലാത്തതുകൊണ്ട് റൂം കാലിയാണ്. ഇത് അലൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ BMW X6 എൻജിൻ എത്തിയിട്ടില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എൻജിൻ റീപ്ലേസ് ആണ്. അതുപോലെ നമ്മുടെ പീച്ചിയുടെ എക്സ്പേർട്ട് നമ്മുടെ ഗ്യാരേജിൽ AC വർക്കിനായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാരേജിലുള്ള ടോപ്പ് ടൂളിൻ്റെ ടൂൾ ബോക്സാണ് ഇത്. ഒരെണ്ണം ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ഗ്യാരേജിന് ആവശ്യമുള്ള എല്ലാം കിട്ടും കേട്ടോ. എല്ലാ ടൂൾസും ഇതിൽ അവൈലബിൾ ആണ്. ബോക്സ് സെറ്റ് ആയാലും റിംഗ് സെറ്റ് ആയാലും, അല്ലെങ്കിൽ അതുപോലെ സ്ക്രൂ ഡ്രൈവർ, സ്റ്റാർ, ഫ്ലവർ, ഇമ്പാക്റ്റ് എല്ലാം ഈ ഒരു ബോക്സിൽ നമുക്ക് കിട്ടും മേടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സ്റ്റോറേജ്, നമ്മൾ സ്പേസ് കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഈ ബോക്സിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനത്തെ നമുക്കൊരു 3 ബോക്സ് ഈ എക്സൽ സൈസിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീഡിയത്തിൽ വരുന്നതും ലാർജിൽ വരുന്നതും വേറെ ഒന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഗ്യാരേജ്.